قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم قل أطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ ഖാതമുൻ നബി അന്ത്യപ്രവാചകനാണ് എന്ന് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ആ പ്രവാചകനിലൂടെ അള്ളാഹു പൂർത്തിയാക്കിയ ഇസ്ലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞത് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ. ഇന്ന് നിങ്ങൾക്ക് ഈ ദീൻ നാം പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. എന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ മതത്തെ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തരികയും ചെയ്തിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞതായ ഇസ്ലാം മതം. ആ ദീൻ ആചരിക്കുവാനും വിശ്വസിക്കുവാനും ഭാഗ്യം സിദ്ധിച്ച അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മഹാന്മാരായ മനുഷ്യന്മാരിൽ എന്തുകൊണ്ടും ശ്രേഷ്ഠരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് കൃത്യമായ അറിവ് നേടുക എന്നത്, അവൻ മതമായി പഠിപ്പിച്ചത് എന്തൊക്കെയാണോ അതെല്ലാം അറിയുകയും ആചരിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികൾക്ക് ബാധ്യതയായിട്ടുള്ളതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകനിലൂടെ നമ്മെ പഠിപ്പിക്കപ്പെട്ടതായ ഇസ്ലാം ദീൻ വളരെ കൃത്യമായി നമ്മളോട് അനുശാസിക്കുന്നത് ആ പ്രവാചകനെ അനുധാവനം ചെയ്യേണ്ട, ആ പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെ കുറിച്ച്, പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്നതിനെ കുറിച്ച്, പിൻപറ്റുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായും നമ്മെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ എങ്ങനെയായിരിക്കണം ആ പ്രവാചകനോടുള്ള സമീപനം എന്നുപോലും, പെരുമാറ്റം എന്നതുപോലും കൃത്യമായി നമ്മെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിലെ 63-ാമത്തെ ആയത്ത് പ്രവാചകനെ അഭിസംബോധന ചെയ്യുമ്പോൾ പോലും വിശ്വാസികൾ സ്വീകരിക്കേണ്ടതായ ബഹുമാനവും ലാളിത്യവും എല്ലാം തന്നെ വിളിച്ചോതുന്നുണ്ട്. ലാ തജ്അലൂ ദുആ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദ. നിങ്ങളിൽ ചിലർ ചിലരെ വിളിക്കുന്നത് പോലെ നിങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുവാൻ പാടില്ല എന്നാണ്. അപ്പോൾ മനുഷ്യർ പരസ്പരം വിളിക്കുന്നത് പോലെ, താനും തന്റെ സുഹൃത്തിനെ വിളിക്കുന്നത് പോലെ, സുഹൃത്ത് തന്നെ വിളിക്കുന്നത് പോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൂടാ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ ഹുജറാത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂൽ. അള്ളാഹുവിനും അവന്റെ റസൂലിനും മുൻകടന്നുകൊണ്ട് വിശ്വാസികളെ നിങ്ങൾ പ്രവർത്തിക്കരുത് എന്ന്. അഥവാ അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകളെ മുൻകടന്ന്
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കർമ്മങ്ങൾ ഒന്നും തന്നെ അവൻ അനുഷ്ഠിച്ചുകൂടാ എന്നുള്ളതാണ്. അവർ പറഞ്ഞതായ നിർദ്ദേശിച്ചതായ നിയമങ്ങളും പരിധികളും സ്വീകരിച്ചുകൊണ്ടാകണം വിശ്വാസി ഏത് കർമ്മങ്ങളും അനുഷ്ഠിക്കേണ്ടത്. ഹുജറാത്തിലെ തന്നെ 2-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തരുത്. ഫൗക സൗത്തിൻ നബി, ആ പ്രവാചകന്റെ, ആ നബിയുടെ സൗത്തിനേക്കാൾ മുകളിലായി നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്തരുത്. അപ്പോൾ നോക്കുക, നമ്മൾ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശ്വാസികൾ എങ്ങനെയായിരിക്കണമെന്നത് പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പോലും എടുത്തുദ്ധരിക്കുകയാണ്, പറഞ്ഞു പഠിപ്പിക്കുകയാണ് നമ്മൾ. എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കുന്നതിൽ ശബ്ദത്തെ താഴ്ത്തുക എന്നത് അവരുടെ ഈമാനിന്റെ ഭാഗമാണ് എന്നും, അതല്ല എങ്കിൽ അവരുടെ അമലുകൾ അവർ അറിയാത്ത രൂപത്തിൽ പൊളിഞ്ഞു പോകുവാൻ, തകർന്നു പോകുവാൻ കാരണമായി തീരുമെന്നാണ് പഠിപ്പിക്കുന്നത്. സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യ വചനങ്ങളിൽ ഇതെല്ലാം നമുക്ക് കാണുവാൻ കഴിയും. എന്ന് മാത്രമല്ല, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ഭവനത്തിലായിരിക്കെ ആ പ്രവാചകനെ പുറത്തുനിന്നും വിളിച്ച് ശബ്ദമുണ്ടാക്കി പ്രയാസപ്പെടുത്തരുത് എന്നും, ആ പ്രവാചകൻ പുറത്തേക്ക് വരുന്നത് വരെ വലൗ അന്നഹും സ്വബറു ഹത്താ തഖ്റുജ ഇലൈഹിം ലകാന ഖൈറൻ ലഹും, ആ പ്രവാചകൻ പുറത്തു വരുന്നത് വരെ അവർ ക്ഷമിച്ചുകൊണ്ട് അവിടെ കഴിച്ചിരുന്നുവെങ്കിൽ, നിന്നിരുന്നുവെങ്കിൽ അതാണ് അവർക്ക് ഖൈറ് എന്ന് വിശ്വാസികളായ സ്വഹാബത്തുക്കളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് പ്രവാചകനോട് എങ്ങനെയായിരിക്കണം സമീപനം, പെരുമാറ്റം എങ്ങനെയാകണം, വിളി എങ്ങനെയാകണം, പ്രവാചകനുമായുള്ള സംസാരങ്ങൾ എങ്ങനെയാവണം എന്നെല്ലാം കൃത്യമായും പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വളരെ നിസ്സാരമായി നമ്മൾ കാണുന്ന വിഷയങ്ങളിൽ പോലും ആ പ്രവാചകനോട് നമ്മൾ ഏത് രൂപത്തിൽ വർത്തിക്കണമെന്നുള്ളത് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ, ഗൗരവതരമായ ദീനിലെ ഓരോ വിഷയങ്ങളും, ആ വിഷയങ്ങളിൽ പ്രവാചകനോടുള്ള സമീപനം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളോടുള്ള നമ്മുടെ സമീപനം എത്രമേൽ ഗൗരവതരമായിരിക്കണം എന്നുള്ളതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കണമെന്നും, ആ പ്രവാചകനെ സ്വജീവനേക്കാൾ അപ്പുറം സ്നേഹിക്കുന്നവനാണ് ഈമാനിന്റെ പൂർത്തീകരണത്തിൽ എത്തിച്ചേരുക എന്നും, ആ പ്രവാചകനെ സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് സ്വർഗപ്രവേശനം സാധ്യമാവുകയുള്ളൂ എന്നും മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. എന്ന് മാത്രമല്ല, പ്രവാചകനോടുള്ള അനുസരണം, പ്രവാചകനെ പിൻപറ്റുക എന്നുള്ളത് അതെല്ലാം അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്നും, അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകളെ പിൻപറ്റുന്നതിന് തുല്യമാണ് എന്നും പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് ബൈഅത്ത് ചെയ്യുന്ന സന്ദർഭം, ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ കൈകളിൽ കൈകൾ വെച്ചുകൊണ്ടാണ് ബൈഅത്ത് ചെയ്യുന്നത്. സ്ത്രീകളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ പ്രവാചകന്റെ കൈകളിൽ അവരുടെ കരങ്ങൾ വെച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യാറില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് തന്റെ പത്നിമാർ പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് പ്രവാചകൻ അന്യയായ ഒരു സ്ത്രീയുടെ കരത്തിൽ പോലും, ശരീരത്തിൽ പോലും സ്പർശിച്ചിട്ടേയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അങ്ങനെ സ്പർശിക്കുന്നതിനെ സ്വന്തം തലയിൽ ഇരുമ്പാണി തറച്ചു കയറ്റുന്നതാണ് അങ്ങനെ സ്പർശിക്കുന്നതിനേക്കാൾ അവന് ഉത്തമമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഗൗരവതരായി ചിന്തിക്കുന്നതാണ്. നമ്മളിപ്പോ കാണുന്ന അറബ് രാഷ്ട്രം എന്ന് പറയുന്ന രാഷ്ട്രങ്ങളിൽ പോലും അവിടെയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും, അന്യരായ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം തന്നെ പരസ്പരം മുസ്ഹാഫത്ത് ചെയ്യുന്ന രംഗം, ഷെയ്ഖാൻഡ് കൊടുക്കുന്ന രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? പ്രവാചകൻ പറയണ, ഒരു ആണി എടുത്തിട്ട്, ഇരുമ്പാണി എടുത്തിട്ട് തലയിൽ അടിച്ചു കയറ്റലാണ് അതിനേക്കാൾ നല്ലത് എന്ന്, അല്ലേ?
അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈഅത്ത് സ്വീകരിക്കുന്ന വേളയിൽ ആണുങ്ങളുടെ കരങ്ങൾ പ്രവാചകന്റെ കൈകളിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകൻ ബൈഅത്ത് നടത്തിയിരുന്നത്. അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞേ? ഇന്നല്ലദീന യുബായിഊനക ഇന്നമാ യുബായിഊന അല്ലാഹ യദുല്ലാഹി ഫൗക ഐദീഹിം. പ്രവാചകരെ, തീർച്ചയായും അവർ താങ്കളോട് ബൈഅത്ത് നടത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടാണ് ബൈഅത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് പരിശുദ്ധമായി ഇന്നമാ യുബായിഊന അല്ലാഹ്, എന്നാൽ അവർ തീർച്ചയായും ബൈഅത്ത് നടത്തുന്നത് അല്ലാഹുവുമായിട്ടാണ്. എന്നിട്ട് പറയാണ് യദുല്ലാഹി ഫൗക ഐദീഹിം, അവരുടെ കരങ്ങൾക്ക് മുകളിൽ അല്ലാഹുവിന്റെ കരമുണ്ട്. അപ്പൊ പ്രവാചകനുമായി നടത്തുന്ന മതപരമായ ഇടപാടുകൾ പോലും അല്ലാഹുവുമായിട്ടുള്ള അഥവാ അവന്റെ ദീനിന്റെ വിഷയമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫത്തഹിൽ 10-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിസാരമായ വിഷയങ്ങളായി നമ്മൾ ശ്രവിക്കുന്നവ പോലും കാണുന്നവ പോലും ഇസ്ലാമിക വീക്ഷണത്തിൽ വളരെ വലുതാണ്. പ്രവാചകനുമായി നടത്തുന്ന ബൈഅത്തിനെ അല്ലാഹുവുമായിട്ടുള്ള ബൈഅത്തായി പഠിപ്പിച്ചു. ഫമൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരായത്ത് നമുക്ക് കാണാൻ കഴിയും. ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചാൽ ഫഖദ് അതാഅ അല്ലാഹ്, തീർച്ചയായും അവൻ അനുസരിച്ചത് ആരെയാണ്? അല്ലാഹുവിനെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും അള്ളാഹുവിന്റെ വഹയിന്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അപ്പോൾ പ്രവാചകനെ അനുധാവനം ചെയ്യുക, അനുസരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ രൂപത്തിലെല്ലാം തന്നെ പ്രവാചകനെ സ്നേഹിക്കണമെന്ന വിഷയത്തിൽ, പ്രവാചകനെ അനുസരിക്കണമെന്നുള്ള വിഷയത്തിൽ ഒരാൾക്കും യാതൊരുവിധ അഭിപ്രായ ഭിന്നതകളുമില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കേണ്ടത് മൻ അത്വഅനി ഫഖദ് അതാഅ അല്ലാഹ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അതേ ആശയം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക എന്നത് ദീനിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ്. പ്രവാചക സ്നേഹത്തെക്കുറിച്ച് നമുക്കറിയാം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട സംഭവം നമുക്കറിയാം. പ്രവാചക സന്നിധിയിലേക്ക് പ്രവാചകനെ അനുസരിച്ച, സ്നേഹിച്ച മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം താങ്കളെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഉമറേ, ആയിട്ടില്ല എന്നാണ്. നീ വിശ്വാസിയായില്ല, നിന്നേക്കാൾ എന്നെ സ്നേഹിക്കണം. അൽആൻ അൻത യാ റസൂലല്ലാഹ് അഹബ്ബ ഇലയ്യ മിൻ നഫ്സി. അല്ലാഹുവിന്റെ റസൂലേ, ദാ ഈ നിമിഷം മുതൽ എന്നേക്കാൾ, എന്റെ നഫ്സിനേക്കാൾ എനിക്ക് പ്രിയം താങ്കളോടാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടിയാണ്. ഞാനും നിങ്ങളൊക്കെ ശരിക്കും ആലോചിക്കണം ഈ വിഷയം. നമ്മളൊക്കെ ഗൗരവതരമായി ആലോചിക്കണം. നമുക്ക് സുന്നത്തുകളോട് എന്തെങ്കിലും പുച്ഛമുണ്ടോ? സുന്നത്തുകൾ കാണുമ്പോൾ അവയെ കളിയാക്കുന്ന സ്വഭാവങ്ങൾ നമ്മളിൽ നിഴലിക്കുന്നുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുമോ? പ്രവാചകനാണ് എനിക്ക് എന്നേക്കാൾ പ്രിയതരമായിട്ടുള്ളത് എന്ന് പറയാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് സാധിക്കും? ഉമർ റളിയല്ലാഹു ഇത് സ്വന്തം വാക്കിലങ്ങ് നിർത്തിയില്ല, ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്തു. അത് സ്വഹാബാക്കളുടെ ജീവിതം ആ മാതൃക നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചു തന്നു. സ്വന്തം ജീവനേക്കാൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് കാണിച്ചു കൊടുത്തു. അത്
നിസാരമായ വിഷയങ്ങളിൽ മുതൽ സ്വന്തം ജീവൻ ത്യജിക്കുന്നിടത്ത് വരെ ഉഹദിന്റെ രണാങ്കണത്തിൽ സ്വശരീരത്തിൽ 70ഉം 80ഉം എല്ലാം അമ്പുകൾ ഏറ്റുവാങ്ങി മുറിവുകളുമായി ഷഹീദായ റളിയല്ലാഹു അൻഹും വറളു അൻ, അള്ളാഹു അവരെ കുറിച്ച് ഇതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന സ്വഹാബാക്കൾ ഉഹദിന്റെ രണാങ്കണത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലേ? ദീനിന്റെ വിഷയത്തിൽ ഒരു മുട്ടുസൂചിയുടെ കുത്തുപോലും നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. അല്ലെ? ഒരു മുട്ടുസൂചി അറിഞ്ഞു കയറുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് അതിൽ നിന്നെങ്കിലും ഒന്ന് പാഞ്ഞു കയറിയിട്ട് നമുക്കാർക്കും ഉണ്ടായിട്ടില്ല. എന്നാൽ എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രയാസം പോലും നമുക്ക് സഹിക്കേണ്ടി വരുന്നില്ല. പക്ഷേ മനസ്സിലാക്കുന്ന വിഷയങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുന്നതിൽ, ആ പ്രവാചകനെ സ്നേഹിക്കുന്നതിൽ ഞാനും നിങ്ങളുമെല്ലാം എവിടെയാണ് എന്നതിനെ കുറിച്ചൊന്ന് ആലോചിക്കാനായി പറയുന്നത്. അല്ലെ? മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, ലോകത്തിലുള്ള എല്ലാ ജനങ്ങളെക്കാളും ആ പ്രവാചകനെ സ്നേഹിക്കണം. അല്ലെ? ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നേരം പുലരുന്നത് മുതൽ വീണ്ടും നമ്മുടെ കിടപ്പറയിലേക്ക് എത്തുന്നത് വരെയുള്ള വിഷയങ്ങളിൽ ഇന്നതാണ് ഇസ്ലാം എന്നറിയുന്ന, ഇസ്ലാമിന്റെ വിധി ഇന്നത് എന്ന് നമ്മൾ കൃത്യമായും അറിഞ്ഞ് മനസ്സിലാക്കിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക ഇന്ന വിഷയത്തിൽ ഇന്നതാണ് എന്ന് 100% നമുക്ക് ഉറപ്പുള്ള വിഷയങ്ങളിൽ ആ പ്രവാചകനെ നമ്മൾ എത്ര ശതമാനം ഇത്തിബാ ചെയ്യുന്നുണ്ട്? അല്ലെ? ഞാനും നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കണം. ഇത് നമ്മുടെ ദീനിന്റെ വിഷയം, നമ്മുടെ ഈമാനിന്റെ വിഷയമാണ്, നമ്മുടെ പരലോകത്തിന്റെ വിഷയമാണ്. ആ വിഷയത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്തുകൂടാ എന്നുള്ളതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിദ്രയിലായിരിക്കെ മലക്കുകൾ വന്നുകൊണ്ട് പറഞ്ഞ ഒരു സംഭവം ഹദീസുകൾ നമുക്ക് വായിക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിദ്രയാണ് എന്ന് കണ്ടപ്പോൾ കൂടെയുള്ള മലക്ക് പറഞ്ഞു, ഇല്ല, പ്രവാചകന്റെ കണ്ണുകൾ മാത്രമേ ഉറങ്ങുന്നുള്ളൂ, ഹൃദയം ഉറങ്ങിയിട്ടില്ല എന്ന്. പ്രവാചകൻ അങ്ങനെ ഒരു പ്രത്യേക കഴിവ് പടച്ച തമ്പുരാൻ നൽകിയിട്ടുണ്ട്. സുബഹിന് ശേഷമുള്ള ഉറക്കിനെ കുറിച്ച് വിത്തറിന് മുമ്പായിക്കൊണ്ടുള്ള പ്രവാചകന്റെ ഉറക്കിനെ കുറിച്ചെല്ലാം ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, എന്റെ കണ്ണുകൾ മാത്രമാണ് ഉറങ്ങുന്നത്, ഹൃദയം ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്ന ആ രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉറക്കിന്റെ വേളയിൽ മലക്കുകൾ വന്നു. മലക്കുകൾ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു മനുഷ്യന്റെ ഉപമ, അയാൾ ഒരു ഭവനം ഉണ്ടാക്കി, എന്നിട്ട് ആ ഭവനത്തിൽ വിഭവസമൃദ്ധമായ ഒരു സദ്യ ഒരുക്കിക്കൊണ്ട് ആളുകളെ അതിലേക്ക് ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ചെത്തിയവരെല്ലാം അതിൽ നിന്നും ഭക്ഷിച്ചു, ക്ഷണം സ്വീകരിക്കാത്തവർക്ക് അത് ലഭിച്ചുമില്ല എന്ന് പറഞ്ഞു. വളരെ സുദീർഘമായ ഒരു ഹദീസാണ്. ആ ഹദീസിൽ വീണ്ടും പറഞ്ഞു, അദ്ദേഹം ഉറക്കിലാണ്. അപ്പോൾ വീണ്ടും മലക്കുകളുടെ പ്രതികരണം ആദ്യം പറഞ്ഞതുപോലെ തന്നെ. എന്നിട്ട് വീണ്ടും പറയുകയാണ്, ആരാണ് ആ മനുഷ്യൻ എന്നറിയുമോ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ ഭവനം എന്നറിയുമോ? സ്വർഗമാകുന്നു ആ ഭവനം. അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലേക്ക് ജനങ്ങളെ അടുപ്പിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് അതിലേക്ക് ദഅവത്ത് നടത്തി. ആ ദഅവത്തിന് ഇസ്തിജാബത്ത് നടത്തിയ, മറുപടി കൊടുത്ത ആളുകൾക്ക് ആ സ്വർഗത്തിലെ വിഭവങ്ങൾ ആസ്വദിക്കുവാൻ സാധിക്കും. അല്ലാത്തവർക്ക് അത് ആസ്വദിക്കുവാൻ കഴിയുകയില്ല. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന ഇല്ലാ മൻ അബാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ കിടക്കും, എന്റെ ഉമ്മത്തിലെ എല്ലാവരും സ്വർഗത്തിൽ കിടക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവനൊഴികെ. ഫമൻ അബാ യാ റസൂലല്ലാഹ്. സഹാബാക്കളുടെ ചോദ്യമാണ്, അല്ലാഹുവിന്റെ റസൂലെ, ആരാണ് ഈ വിസമ്മതിച്ചവർ? പ്രവാചകൻ പറഞ്ഞു, വമൻ അത്വഅനി ഫദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആര് എന്നെ പിൻപറ്റിയോ അനുസരിച്ചുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഉണ്ടോ? ഇത്തിബാ, പ്രവാചകനെ അനുസരിക്കുക, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ആരെല്ലാം ആ പ്രവാചകനെ ഇത്തിബാ ചെയ്യുന്നുവോ അവരെല്ലാവരും സ്വർഗത്തിലുണ്ട്.
വമൻ അസാനി എന്നാൽ ആരെന്നോട് ധിക്കാരം പ്രവർത്തിക്കുന്നുവോ ഫഖദ് അബാ അവനാകുന്നു വിസമ്മതിച്ചവനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുക. അപ്പൊ നമുക്കറിയാം, ഇന്ന് നമുക്കിടയിൽ ഹദീസുകളെ പല രൂപത്തിൽ നിഷേധിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. പാടെ ഹദീസുകൾ നിഷേധിക്കുന്ന വിഭാഗങ്ങളുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ള ഹദീസ് നിഷേധികളായ ആളുകൾക്കെതിരെ വളരെ ശക്തമായും പ്രതികരിച്ച ഒരു മഹാനാണ്. അങ്ങനെ അദ്ദേഹം ശക്തമായും ഹദീസ് നിഷേധികൾക്കെതിരെ സംസാരിച്ചപ്പോൾ അവർ എതിർ തെളിവായി കൊണ്ടുവന്നത് ഒരു ദുർബലമായ ഹദീസായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞൊരു ദുർബല ഹദീസുമായി അവർ വന്നു. എന്താ അവർ പറഞ്ഞത്? എന്നിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളത് ഖുർആനുമായിട്ട് ഒത്തുനോക്കണം. എന്നിട്ട് ഖുർആനിൽ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് സ്വീകരിക്കുക, അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞു കളയുക, ഒഴിവാക്കുക എന്ന ആശയത്തിലുള്ള ഒരു ദഈഫായ ഒരു ഹദീസുമായിട്ട് എതിരാളികൾ രംഗത്ത് വന്നു. അപ്പോൾ ഇമാം ഷാഫി റഹ്മത്തുള്ള അതിന്റെ ദുഅഫുകൾ വിശദീകരിച്ചു. അതിലുള്ള പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് കൃത്യമായും അവരെ പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ആ ഹദീസ് സ്വീകാര്യമല്ല. പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിലായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ സ്വീകരിക്കണമെന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുകൾ ഓതിക്കൊണ്ടതിനെ പ്രതികരിക്കുകയുണ്ടായി. നമ്മൾ വിചാരിക്കും ഈ ഹദീസ് നിഷേധം എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ കടന്നുകൂടിയ ഒന്നായിട്ട് നമുക്ക് തോന്നാം. അല്ല എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഈ ഉമ്മത്തിൽ അത്തരം ആളുകൾ ഉണ്ടാകും എന്നത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അല്ലെ? സോഫകളിൽ ചാരിയിരുന്നു കൊണ്ട് നമ്മുടെ ഹദീസുകളെ കുറിച്ച് കേൾക്കുമ്പോൾ നാം പറഞ്ഞതായി എന്തെങ്കിലും ഒരു കാര്യം കേട്ട് കഴിയുമ്പോൾ അള്ളാഹുവിന്റെ കിതാബിൽ ഞാനത് കണ്ടിട്ടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞാൻ കേൾക്കാതിരിക്കട്ടെ, കാണാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂട്ടി പറഞ്ഞു. ഇത് സ്വഹാബാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വഹാബാക്കളുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ഹദീസ് നിഷേധം ഉണ്ടായിട്ടുണ്ട്. സ്വഹാബാക്കളിൽപ്പെട്ട ഒരു സ്വഹാബി, പേര് എന്റെ മനസ്സിലായി, ഷഫാഅത്തിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഷഫാഅത്തുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരുപാട് ഹദീസുകൾ അദ്ദേഹം ഒരു സദസ്സിൽ സംസാരിക്കുകയുണ്ടായി. ഈ സമയം അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഈ പറഞ്ഞ വിഷയങ്ങളൊന്നും ഞാൻ ഹദീസിൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്, ഖുർആനിൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബാക്കൾക്കിടയിൽ നിന്ന് തന്നെ, അഥവാ അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഹദീസുകളെ നിഷേധിച്ചു തുടങ്ങുന്ന പ്രവണത ഉടലെടുത്തിരുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് ഏവർക്കും സുപരിചിതമായ മറ്റൊരു സംഭവമുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പിരികം പറിക്കുന്ന, മുടി വെക്കുന്ന, പച്ച കുത്തുന്ന സ്ത്രീകളെയെല്ലാം അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്നുള്ള സംസാരം ആ ഹദീസ് പറഞ്ഞത്. ഇത് പിന്നീട് കേൾക്കുവാൻ ഇടയായ ഉമ്മു യഅഖൂബ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന സന്ദർഭം, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ? ആ, ഞാൻ പറഞ്ഞു. പക്ഷെ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഇരു ചട്ടകൾക്കിടയിലുള്ളതെല്ലാം ഞാൻ വായിച്ചു നോക്കി, അതിൽ ഇങ്ങനെയൊന്നും കണ്ടില്ലല്ലോ. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിച്ചുള്ള ചോദ്യം, നീ അത് ഓതി നോക്കിയോ? ഖുർആൻ മുഴുവൻ നീ ഓതിയോ? ഓതിയിരുന്നുവെങ്കിൽ നീ അത് കണ്ടെത്തുമായിരുന്നല്ലോ. വിഷയം എന്താ? പിരികം പ്ലക്ക് ചെയ്യുന്ന, ഇപ്പൊ കണ്ടല്ലോ, നമുക്കറിയാം സ്ത്രീകൾ, അത് പാടില്ലാത്തൊരു സംഭവമാണ്. നമ്മുടെ സഹോദരിമാർക്കോ ഭാര്യമാർക്കോ ഉമ്മമാർക്കോ ഒക്കെ അസുഖം ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് ചികിത്സിക്കണം. നമ്മൾ പാടില്ല. അള്ളാന്റെ റസൂൽ ശപിച്ച വിഷയമാണ്. പച്ച കുത്തുന്ന ആളുകള്, മുടി കൂട്ടിക്കെട്ടുന്ന ആളുകള്, സ്ത്രീകളെ കുറിച്ച് വന്നിട്ടുള്ള ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പുരുഷന്മാർ മുടി വെക്കുന്നതിനെ പറ്റിയും പണ്ഡിതന്മാർ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതൊക്കെ ലാനത്താണ്. അള്ളാന്റെ റസൂലിന്റെ ലാനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ലാനത്താണ്, ശാപാണ്. അപ്പോ പച്ച കുത്തുന്ന, മുടി ഏച്ചു കെട്ടുന്ന, പിരികം പ്ലക്ക് ചെയ്യുന്ന സ്ത്രീകളെയെല്ലാം അള്ളാന്റെ റസൂൽ ശപിച്ചു എന്നുള്ള വിഷയം
അപ്പോ ഇബ്നു മസ്ഊദ് പറയാണ്, നീ ആ ഖുർആൻ ഇരു ചട്ടകൾക്കിടയിലുള്ളത് മുഴുവൻ നീ ഓതിയിട്ടുണ്ടോ? ഓതിയിരുന്നുവെങ്കിൽ നീ അത് കണ്ടെത്തുമായിരുന്നല്ലോ എന്നാണ്. എന്നിട്ട് എന്താ ആയത്ത് ഓതി കൊടുത്തത്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. അല്ലാഹുവിന്റെ റസൂല് എന്തൊന്ന് കൊണ്ടുവന്നോ അത് നിങ്ങൾ പിടിക്കുക, സ്വീകരിക്കുക. ആ പ്രവാചകൻ എന്ത് നിങ്ങളോട് വിരോധിച്ചോ അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. ഉണ്ടോ? ഈ ആയത്ത് നീ കണ്ടെത്തുമായിരുന്നല്ലോ. അങ്ങനെ ആ പ്രവാചകൻ വിരോധിച്ച പാടില്ല എന്ന് പറഞ്ഞ വിഷയമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ അവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ആ കാലഘട്ടം മുതൽ തന്നെ ഹദീസുകളോട് നിഷേധ സ്വഭാവം വെച്ച് പുലർത്തുന്ന ആളുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമ്മള് സഹാബാക്കളിൽ ഉന്നതരായ അഥവാ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ഖുലഫാകളെ തന്നെ എടുത്താൽ അവരൊക്കെ ഹദീസുകളോട് വെച്ച് പുലർത്തിയിരുന്ന താല്പര്യം, പ്രാധാന്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന വന്നിട്ടുണ്ടോ? പിന്നീട് അതിനപ്പുറം ഒന്നുമില്ല. അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ഒരു വിഷയമെത്തെ, ആ വിഷയത്തിൽ വേറൊന്നുമല്ല, ഒരു വൃദ്ധയായ സ്ത്രീ വന്നുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചോദിക്കുകയാണ്, എനിക്ക് വറസത്തിൽ അനന്തരാവകാശ നിയമത്തിൽ എനിക്കെന്തെങ്കിലും കിട്ടുമോ എന്നാണ് ചോദ്യം. വൃദ്ധയാണ്, അഥവാ അവർ മാതാവിന്റെ മാതാവാണ്. അവർ വന്നുകൊണ്ടാണ് ചോദ്യം, എനിക്ക് വറസത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹിന്റെ കിതാബിൽ ഞാനൊന്നും കാണുന്നില്ല, അള്ളാഹിന്റെ റസൂലിന്റെ കിതാബിലും വചനങ്ങളിലും ഞാനൊന്നും കാണുന്നില്ല. ഇനി ഞാൻ ആളുകളോടൊന്ന് ചോദിച്ചു നോക്കട്ടെ, അവരെന്തെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന്. അങ്ങനെ മുഗീറത്ത് ബിൻ ശഅബ റളിയല്ലാഹു അൻഹു അവരിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു അവർക്ക് 6-1 എന്ന് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഈ സമയം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ പറഞ്ഞ സംസാരത്തിന് മറ്റാരെങ്കിലും സാക്ഷികൾ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് ഇബ്നു മസ്ലമ എന്ന് പറയുന്ന മറ്റൊരു സഹാബി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അതേ അമീറുൽ മുഅ്മിനീൻ, ഞാനത് കേട്ടിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ആ വിധി നടപ്പാക്കുകയും ചെയ്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ വിധി നടപ്പാക്കുകയും ചെയ്തു. അപ്പൊ നോക്കുക, ഖുർആനിൽ ഹദീസിൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും മനസ്സിലായിട്ടില്ല, കേട്ടിട്ടില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും അള്ളാഹിന്റെ റസൂലിന്റെ വചനം ഈ വിഷയത്തിൽ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ പറയേണ്ട താമസം അദ്ദേഹം അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നമുക്കിത് കാണാൻ കഴിയും. അങ്ങനെ സ്വഹാബാക്കളുടെ എല്ലാം ജീവിതത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു സംഭവം, ആ സംഭവം എന്താണ്? ഗർഭസ്ഥ ശിശു കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെന്തെങ്കിലും പ്രതിക്രിയകൾ ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഒന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു പെട്ടെന്ന് തന്നെ ചോദിച്ചു, നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു സംഭവം അറിയുമോ എന്ന്. അപ്പൊ ആ കൂട്ടത്തിൽ ഒരു സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട്, ഹാമിൽ ബിൻ മാലിക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, അതെ, എനിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഒരു ഭാര്യ മറ്റേ ഭാര്യയെ ഒരു മടൽ കഷ്ണം കൊണ്ട്, ഒരു മരത്തിന്റെ കഷ്ണം കൊണ്ട് അടിച്ചു. മറ്റേ സ്ത്രീ ഗർഭിണിയായിരുന്നു, അവളുടെ വയറ്റിലുള്ള കുട്ടി മരിച്ചുപോയി. അങ്ങനെ മരിച്ച നിലയിലാണ് പ്രസവിച്ചത്. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ ഒരു അടിമയെ മോചിപ്പിക്കണം എന്നത് ഈ വിഷയത്തിൽ വിധി കൽപ്പിച്ചു എന്ന് ഹംൽ ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹു ആ വിധി നടപ്പാക്കിയതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത്, സ്വഹാബാക്കൾക്കിടയിൽ നിന്ന് തന്നെ ഹദീസുകളെ നിഷേധിക്കുന്ന പ്രവണത ആളുകൾക്കിടയിൽ ആ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായി തുടങ്ങിയെങ്കിലും, എന്നാൽ യഥാർത്ഥ വിശ്വാസികളായ ആളുകൾ ആ വിഷയത്തിൽ അങ്ങേയറ്റത്തെ സൂക്ഷ്മത നിലനിർത്തുകയും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ കൽപ്പനകൾ ഏതോ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അത് അപ്രകാരം തന്നെ ജീവിതത്തിൽ നിലനിർത്തുവാൻ വേണ്ടി അവരൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ കൃത്യമായും ആ പ്രവാചകന്റെ ദഅവത്തിനെ കുറിച്ച് നമ്മെ പഠിപ്പിച്ചത് ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് നാം ഇറക്കിയിട്ടുള്ളതിനെ നീ വിശദീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് പ്രവാചകരെ താങ്കളുടെ നിയോഗം, അല്ലെ? മാത്രമല്ല
പണ്ഡിതന്മാർക്കിടയിൽ നടന്നിട്ടുള്ള ചർച്ചകൾക്കിടയിൽ ഈ വിഷയത്തിൽ ഹദീസ് നിഷേധികളായ ആളുകൾ വന്നപ്പോ അവർ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട് തിരിച്ചങ്ങോട്ടേക്ക്. ശരി, പരിശുദ്ധ ഖുർആനിൽ നീ കണ്ടില്ല എന്നാണ് പറയുന്നതല്ലേ? എങ്കിൽ നീ നമസ്കരിക്കുന്നുവല്ലോ, നമസ്കാരത്തിൽ ളുഹർ, അസർ, മഗ്രിബ്, ഇശ തുടങ്ങിയ നമസ്കാരങ്ങൾ ഇത്ര വക്തുകളാണ് എന്ന് നീ പരിശുദ്ധ ഖുർആനിൽ കണ്ടിട്ടുണ്ടോ? ഹജ്ജ് ചെയ്യുന്നല്ലോ നീ, ഹജ്ജ് ചെയ്യുമ്പോൾ തവാഫ് ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിലുള്ള കൽപ്പനയുണ്ട്. പക്ഷേ 7 പ്രാവശ്യമാണ് ആ തവാഫ് എന്നുള്ള വിഷയം നീ ഖുർആനിൽ കണ്ടെത്തിയോ? തവാഫ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ മക്കാമു ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് നമസ്കരിക്കണം 2 റക്അത്ത് എന്നത് നിനക്കറിയാമല്ലോ. പരിശുദ്ധ ഖുർആനിൽ എവിടെയാണ് നീ ഇത് കണ്ടെത്തിയത് എന്ന് തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾ അന്ന് ഹദീസ് നിഷേധികളായ ആളുകൾക്കിടയിൽ പൂർവികരായ ഇമാമുകൾ, പണ്ഡിതന്മാർ ചോദിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതല്ലേ? അപ്പോ നമ്മള് വളരെ ഗൗരവതരമായി ഈ വിഷയത്തെ സമീപിക്കണം. അള്ളാന്റെ റസൂലാണ് നമ്മളോടൊരു കാര്യം പറയുന്നത്. ആ ഹദീസുകൾക്കെതിരെയുള്ള യാതൊരു രീതിയിലുള്ള പുച്ഛ മനോഭാവം, അത് ഏത് വിഷയമാണ്, നമുക്ക് ചിലപ്പോ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കാം, അല്ലാത്തതായിരിക്കാം. നമുക്ക് ഇഷ്ടമുള്ള വിഷയമായിരിക്കാം, അല്ലാത്ത വിഷയങ്ങളാകാം. പക്ഷെ അതിനെ നിഷേധിക്കുന്ന, കളിയാക്കുന്ന ഒരവസ്ഥ ഒരു കാരണവശാലും വിശ്വാസികൾക്കിടയിൽ ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹിന്റെ റസൂലിന്റെ കൽപ്പനകൾക്കെതിരായാൽ എന്താ കുഴപ്പം? നുവല്ലിഹി മാ തവല്ല, അവൻ തിരിഞ്ഞ രൂപത്തിൽ അള്ളാഹു അവനെ അങ്ങ് തിരിച്ചുവിടും. വനുസ്ലിഹി ജഹന്നം, എന്നിട്ടോ ജഹന്നമിൽ, നരകത്തിലേക്ക് നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും. എത്ര മോശമായ കേന്ദ്രമാണത്, മടക്ക സ്ഥലമാണത്. അപ്പൊ നമ്മള് ചിന്തിച്ചു നോക്കുക, സുന്നത്തുകളോട് വിമുഖത നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അല്പാൽപമായി ഇസ്ലാമിനോടുള്ള താല്പര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒന്നിനൊന്ന് നിഷേധിച്ചു തുടങ്ങിയാൽ മതി, ഒരൊറ്റ വിഷയത്തെ നിഷേധിച്ചു തുടങ്ങിയാൽ മതി, ദീൻ അല്പാൽപമായി നമ്മളിൽ നിന്നും ഊരി അങ്ങ് പോകും. ഒരു സംശയം ആ വിഷയത്തിൽ വേണ്ട. ചരിത്രം അതിന് സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ചിലർക്ക് കഴിഞ്ഞില്ല, അത് അനുവദനീയമാണെന്നുള്ള രൂപത്തിലല്ല, അങ്ങനെ ഉണ്ടാകും. പക്ഷെ നിഷേധിക്കുന്ന, കളിയാക്കുന്ന ഒരു സംഭവം, ഒരു രീതി നമ്മളിലുണ്ട് എങ്കിൽ അത് നമ്മുടെ പരലോകത്തിന്റെ നഷ്ടത്തെ കുറിക്കുകയാണ്. അങ്ങനെ തുടങ്ങിയാൽ പരലോകത്തെത്തുമ്പോൾ നമുക്കറിയാം, ഇപ്പോ ഫർദ് നമസ്കാരം ഇത്രയൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാം. പക്ഷെ അതിനോടനുബന്ധമായ സുന്നത്ത് നമസ്കാരങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വേറെ പഠിപ്പിച്ചു, അല്ലെ? അതില് റവാത്തിബ് സുന്നത്തുകളുണ്ട്, തഹിയ്യത്തുണ്ട്, വിത്തറുണ്ട്, തുടങ്ങിയ പല സുന്നത്തുകളും ആ കൂട്ടത്തിലുണ്ട്. ഈ സുന്നത്ത് നമസ്കാരങ്ങളെ കുറിച്ച് പ്രവാചകൻ എന്താ പറഞ്ഞേ? പരലോകത്ത് വിചാരണ ചെയ്യുന്ന ആദ്യമായിട്ട് ഇബാദത്തുകളിൽ ഏതാണ്? നമസ്കാരമാണ്. ആ നമസ്കാരത്തിലെ ന്യൂനതകൾ എന്തുകൊണ്ട് നികത്തപ്പെടും? സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് നികത്തപ്പെടും, അല്ലെ? ആ ന്യൂനതകളെ നികത്തപ്പെടുകയാണ് ഈ സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട്. അപ്പൊ സുന്നത്തിന് ഒരു പ്രാധാന്യം ഇല്ലാന്ന, സുന്നത്ത് വേണ്ടെന്ന, ഉപേക്ഷിച്ച് കളയാന്ന, അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ അവൻ എല്ലാറ്റിലും വിജയിച്ചു. നമസ്കാരത്തിന്റെ വിഷയത്തിൽ വിജയിച്ചാൽ, വിചാരണയിൽ വിജയിച്ചാൽ എല്ലാത്തിലും വിജയിച്ചു. അതിൽ പരാജയമടഞ്ഞാലോ പോയി. ഫർദ് മാത്രം നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, നമ്മുടെ നമസ്കാരം 100% ഇഖ്ലാസോടുകൂടി, ഖുശൂഅോടുകൂടി നിർവഹിക്കാൻ കഴിയുന്നു എന്ന് പറയുന്ന എത്ര ആളുണ്ടോ ഈ കൂട്ടത്തില്? ഉണ്ടോ? ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സുമന് ലഭിക്കുന്ന, ഖുമുസ് ലഭിക്കുന്ന, റുബു ലഭിക്കുന്ന, നുസ് ലഭിക്കുന്ന, നിസ്ഫ് ലഭിക്കുന്ന ആളുകൾ ഉണ്ട് നമസ്കാരക്കാർക്കിടയിൽ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. 8-1, 9-1, 10-1, പകുതി, ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുണ്ട്. എല്ലാ നമസ്കരിക്കുന്ന ആളുകൾക്ക് 4 വക്ത് ളുഹറെങ്കിൽ ളുഹർ 4 നിസ്കരിച്ച എല്ലാവർക്കും ഒരേപോലെ പ്രതിഫലമൊന്നല്ല.
അല്ലെ? തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ തുടങ്ങിയ 10 ആളുകൾക്കും ഒരു വേള 10 പ്രതിഫലമായിരിക്കാം. കാരണം നമ്മുടെ നമസ്കാരത്തിലെ ന്യൂനതകളാണത്. ഈ ന്യൂനതകൾ ബാങ്കിന്റെ വിഷയത്തില്, ബാങ്ക് മതത്തിലെ ഒരു ചിഹ്നമാണ്, ഷായിറാണ്. അതുകൊണ്ട് തന്നെ അതിനെ ആദരിക്കണം, അതിനെ ഇസ്തിർജാ നടത്തണം എന്നുള്ളത്. എന്നാലേ നമ്മൾ കേൾക്കുന്നില്ല, വ്യക്തമായി കേൾക്കുന്നില്ല എങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ക്ലാസ്സുകളോ മറ്റോ നിർത്തേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. വ്യക്തമായി കേൾക്കുന്നില്ല എങ്കിൽ, വ്യക്തമായത് കേൾക്കുന്നുണ്ട് എങ്കിൽ അതിനോടുള്ള ആദരവ് എന്ന രൂപത്തിൽ. ഇനി ഒരാളെ ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു ഹറാമ് ചെയ്യുന്ന ഒരു പ്രതീതിയല്ല, പക്ഷെ ആ ആദരവ് നിലനിർത്താൻ തന്നെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇസ്തിർജാ നടത്തുക എന്നത്, അതിന് ശേഷമുള്ള പ്രാർത്ഥന നടത്തുക എന്നുള്ളത് പ്രതിഫലാർഹമാണ് എന്നുള്ള വിഷയം അറിയാം. അതുകൊണ്ട് തന്നെ അതിനോട് ആദരവ് കാണിക്കണം വേണ്ടെന്നുള്ളതാണ്. ശരി, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. പരിശുദ്ധ ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിര് പ്രവർത്തിക്കുന്ന ആളുകളുടെ പര്യവസാനത്തെക്കുറിച്ച് പറഞ്ഞ വിഷയവും നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഫലാ വറബ്ബിക ലാ യുഅ്മിനൂൻ, അല്ലാഹുവാണ് സത്യം, അവർ വിശ്വാസികളാവുകയില്ല. ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയുണ്ടായ വിഷയത്തിൽ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുന്നത് വരെ. പ്രവാചകൻ ജീവിച്ചിരിക്കുമ്പോൾ ഡയറക്റ്റ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ പോയിട്ട് അതിനുള്ള പ്രതിവിധി തേടുക. ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ല, അപ്പോൾ പ്രവാചകന്റെ സുന്നത്തുകളിൽ അതിനുള്ള പ്രതിവിധി തേടുക തന്നെ ചെയ്യണം. ഖുർആനിലില്ലെങ്കിൽ ഹദീസുകളെ പരിഗണിക്കുക തന്നെ വേണം. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത്, പിന്നീട് അവരുടെ ഹൃദയത്തിൽ ആ വിഷയത്തിൽ ഒരു വിഷമവും പാടില്ല താങ്കൾ വിധിച്ചതിന്റെ പേരിൽ. അല്ലാഹുവിന്റെ റസൂൽ വിധിച്ചു, വിഷമത്തോടുകൂടിയല്ല സ്വീകരിക്കേണ്ടെന്നർത്ഥം, പൂർണ്ണമായ മനസ്സോടുകൂടി അതിനെ സ്വീകരിക്കും. എന്റെ പ്രവാചകനാണ്, എന്റെ റബ്ബ് നിയോഗിച്ച, അവന്റെ ദീൻ പഠിപ്പിക്കാൻ ഏൽപ്പിച്ച ആ പ്രവാചകൻ പഠിപ്പിച്ചതാണിത് എന്ന എന്റെ എന്ന ചിന്തയിൽ, അല്ലെ, നമ്മുടെ എന്റെ എന്ന് പറയുന്നതിൽ നമുക്കൊക്കെ ഒരു പ്രത്യേക താല്പര്യമുണ്ട്, അല്ലെ? എന്റെ വീട്, എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ മാതാപിതാക്കൾ, അല്ലെ, എന്റേതിനൊരു പ്രാധാന്യമുണ്ട്. അപ്പോ ആരുടെയെങ്കിലും പ്രവാചകരല്ല, എന്റെ പ്രവാചകനാണ്, എന്റെ ദീനാണ്, എന്റെ റബ്ബാണ്. ഈ ഒരു ചിന്ത, അങ്ങനെ ആ പ്രവാചകനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുകയും പ്രവാചകൻ വിധിച്ച ആ വിഷയത്തിൽ മനസ്സിൽ യാതൊരു ഹറജും ഒരു പ്രയാസവും ഇല്ലാതിരിക്കാനും ശ്രദ്ധിക്കാം. വയുസല്ലിമു തസ്ലീമ, പൂർണ്ണമായും അതിനെ കീഴടങ്ങുകയും ചെയ്യാൻ. ഇതായിരിക്കണം വിശ്വാസികൾക്ക് പ്രവാചക കൽപ്പനകളോട് ഉണ്ടായിത്തീരേണ്ടത്. ആ രൂപത്തിൽ പ്രവാചകനെ അംഗീകരിക്കാൻ, പ്രവാചകനെ സ്നേഹിക്കാൻ, പ്രവാചകനെ ഇത്തിബാ ചെയ്യാൻ കഴിയണം. അതാവണം പ്രവാചക സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ ഓടി വരേണ്ടത്.
അതല്ലാതെ എന്തെങ്കിലും കോലാഹലങ്ങളും എന്തെങ്കിലും പ്രത്യേകമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഭക്ഷണ വിതരണമോ മറ്റൊന്നുമല്ല പ്രവാചക സ്നേഹം. പ്രവാചക സ്നേഹം എന്നത് കൃത്യമായും പ്രവാചകൻ പഠിപ്പിച്ചു, മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. ആര് എന്റെ സുന്നത്തുകളെ ഇഷ്ടപ്പെട്ടുവോ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. നോക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ എല്ലാം മനസ്സിലേക്ക് വരുന്ന ഒരൊറ്റൊരു വികാരമുണ്ട്, തലയിൽ എന്തെങ്കിലും ഒന്ന് ഇടുക എന്നുള്ളത്, അല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കുക, ഇപ്പൊ റബീഉൽ അവ്വലിലൊക്കെ പ്രത്യേകമായി തലമറച്ച് നടക്കുന്ന തൊപ്പിയും മറ്റുമെല്ലാം ധരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നമസ്കാരത്തിന്റെ സമയത്ത് പോലും ആ നമസ്കാരം ശ്രദ്ധിക്കാത്ത മനുഷ്യനായിരിക്കും അവൻ, അല്ലേ? പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും തലമറക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞ ഒരു കൽപ്പന പോലും നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. നീ ഒറ്റ വസ്ത്രത്തിൽ നമസ്കരിക്കുമ്പോൾ നിന്റെ പിരടിയിൽ ഒരു നൂലെങ്കിലും വേണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. തലയിൽ വേണമെന്നല്ല പഠിപ്പിച്ചത്, അല്ലേ? വസ്ത്രം എത്രത്തോളം ആകണം ഒരു വിശ്വാസിയുടേത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഏതൊക്കെ വസ്ത്രങ്ങൾ ഒരു മനുഷ്യൻ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ച് പഠിപ്പിച്ചു, അല്ലേ? ഇവിടെയൊന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ചില കാര്യങ്ങൾക്ക് പ്രാധാന്യം വന്നു തീർന്നു. പ്രവാചകൻ ഒരു പ്രത്യേകമായ സദസ്സ് സംഘടിപ്പിക്കുകയോ അതിൽ പ്രത്യേകമായ അന്നപാനീയങ്ങൾ നടത്തുകയോ അതിൽ പ്രത്യേകമായ കർമ്മങ്ങൾ ഉണ്ടാക്കി തീർക്കുകയോ പ്രവാചകൻ പഠിപ്പിച്ചില്ല. പക്ഷെ ഇന്ന് പ്രവാചക സ്നേഹം എന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകമായ ഒരു സദസ്സും പ്രത്യേകമായ ചില ആചാരങ്ങളും പ്രത്യേകമായ ചില വിഭവങ്ങളും എല്ലാം ഉണ്ടായെങ്കിലേ പ്രവാചക സ്നേഹമായിത്തീരുന്നു. ഇങ്ങനെ മനുഷ്യ മനസ്സുകൾ മാറ്റിമറിക്കപ്പെടുകയാണ്. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ സുന്നത്തുകളെ എടുത്ത് മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അവിടെ ഒരു ബിദ്അത്ത് കടന്നു വരികയാണ്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലതിനെ എതിർക്കലല്ല ഇത്. പ്രവാചകനെ ആദരിക്കേണ്ട എന്നോ സ്നേഹിക്കേണ്ട എന്നുള്ളോ അതല്ല വിഷയം. ഇതെല്ലാം വേണമെന്നും എല്ലാവരും നമ്മളൊക്കെ അംഗീകരിക്കുന്നു. ഒരു സംശയമില്ല വിഷയത്തിൽ. ആവശ്യം നിർബന്ധമാണ്. വിശ്വാസത്തിന്റെ കാര്യമാണ്, പരലോകത്തിന്റെ വിഷയം. സ്വർഗം ലഭിക്കാൻ അതേ പറ്റുള്ളൂ. പിന്നെ എന്താ വിഷയം? പക്ഷെ അതിന്റെ പേരിൽ ബിദ്അത്തുകൾ ഒരിക്കലും സ്ഥാനം പിടിച്ചുകൂടാ. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു ഉദാഹരണമാണ്. ഇന്നിപ്പോ നാട്ടിൽ ഇപ്രാവശ്യം പോയിട്ട് ഞാൻ കേട്ടില്ല, നമ്മുടെ അടുത്ത്, എന്റെ വീടിനടുത്ത് ഒരു 100-200 മീറ്റർ മാറിയാൽ തന്നെ ഒരു സുന്നിപ്പള്ളിയുണ്ട്, ജമാഅത്തൊക്കെ നടത്തുന്ന ജുമയൊക്കെ ഉള്ള ഒരു. ആ പള്ളിയിൽ നിന്ന് സാധാരണ ബാങ്ക് കൊടുക്കണതിന് മുമ്പ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് കൊടുക്കണ കേൾക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ചെന്നിട്ട് ഒരു പള്ളിയിലും ഇത് കേൾക്കുന്നില്ല. അവിടെയുള്ള ഒരു പള്ളികളിൽ നിന്നും അങ്ങനെ ഒരു കേൾക്കുന്നില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു സ്വലാത്ത് അവിടെ പഠിപ്പിച്ചില്ല. എന്നാൽ പഠിപ്പിച്ച സ്വലാത്തോ ഈ കൂട്ടറിൽ ആർക്കോട്ട് അറിയാനും പലർക്കും അറിയില്ല. ഏതാണ്? ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ദുആഇന് മുമ്പായിട്ട് എന്ത് ചെയ്യണം? സ്വലാത്ത് ചെല്ലണം. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം നമ്മൾ അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തിലേക്ക് കടക്കാൻ. അപ്പൊ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിനെ എടുത്തു മാറ്റുകയും എന്നാൽ ഒരു ബിദ്അത്തിന് അവിടെ സ്ഥാനം കൊടുക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് ചരിത്രം, നമ്മുടെ കേരള ചരിത്രം പോലും നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ചെറിയൊരു ഉദാഹരണം. ഇതേപോലെ നോക്കിയാൽ ഒരുപാട് ഉദാഹരണങ്ങൾ. സുന്നത്തുകളെ ഇല്ലായ്മ ചെയ്യുമ്പോൾ അവിടങ്ങളിൽ ബിദ്അത്തുകൾ കടന്നു വരുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ. അപ്പൊ ഇത് പറയുമ്പോൾ അത് പ്രവാചകനെ കണ്ട സ്വലാത്തിനെ പോലെ എതിർക്കുന്നു പറഞ്ഞാലോ, അല്ലെ? സ്വലാത്ത് ചെല്ലുന്നതിനെ എതിർക്കുന്നു, കണ്ടോ? അന്നപാനീയത്തെ, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെ എതിർക്കുന്നു, ദിക്ർ ചൊല്ലുന്നതിനെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ട് പ്രവാചക സ്നേഹത്തെ ഒരിക്കലും തെറ്റിദ്ധര. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി. എന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടവൻ എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി കാന മഅഇ ഫിൽ ജന്ന. അങ്ങനെ എന്നെ ഇഷ്ടപ്പെടുന്നവൻ സ്വർഗത്തിൽ എന്നോടൊപ്പമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവന്റെ പ്രവാചകന്റെ സുന്നത്തുകളെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ പ്രവാചകനെ, അവന്റെ സുന്നത്തുകളെ ഇത്തിബാ ചെയ്തുകൊണ്ട് സ്നേഹിക്കുവാനും ആ വഴി സ്വർഗപ്രവേശനം ലഭിക്കുവാനും കഴിയുന്ന സൗഭാഗ്യവാന്മാരിൽ, മുത്തഖികളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ പ്രവാചകന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനുധാവനം ചെയ്യുവാൻ കഴിയുന്ന, അതിന്റെ പേരിൽ മനസ്സിൽ യാതൊരുവിധ വിഷമതകളുമില്ലാത്ത മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ നാഥൻ അവന്റെ മഹത്തായ ഫള് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മളിൽ നിന്നും രോഗങ്ങൾ കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്നവരുടെ അസുഖങ്ങളെ അള്ളാഹു ഷിഫയാക്കി കൊടുക്കുമാറാവട്ടെ.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم